പ്രിൻസിപ്പൽ, മറ്റധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികൾ, ഇന്ന് നമ്മൾ ജി ശങ്കരക്കുറുപ്പിന്റെ 33ാമത് ചരമ വാർഷികം കൊണ്ടാടുകയാണ്. ഈ സ്മരണയ്ക്ക് മുമ്പിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ ജി ചെയ്തതെന്നുള്ളതൊക്കെ കാര്യങ്ങൾ ടീച്ചേഴ്സിലൂടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ആദ്യ ജ്ഞാനപീഠ ആ പുരസ്കാരം തന്നെ കിട്ടിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ നായത്തോട് ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം പുണ്യപ്പെട്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ജീനെ പറ്റി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കാനുണ്ട്. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഒത്തിരി പറയുന്നില്ല. നമ്മൾ എല്ലാ വർഷവും ഈ ഒരു അനുസ്മരണ സമ്മേളനം നമ്മൾ നടത്താറുണ്ട്. ഇന്നിപ്പോൾ ആ ഒരു അസംബ്ലി തന്നെ ചുരുക്കി ഇരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോഴും ഇവിടെ പഠിക്കുന്ന, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ ജിയുടെ വീട് കാണാത്ത കുട്ടികളുണ്ട്. ടീച്ചർ അതിവിടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഈ നായത്തോട് ഈ സരസ്വതി ക്ഷേത്രത്തിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ആ ജിയുടെ വസതി കണ്ടിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആരെങ്കിലും കാണാത്ത ആളുകളുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ, അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വസതി കാണണം. അങ്ങനെ ഈ പുണ്യഭൂമിയിൽ നമുക്ക് വസിക്കാനുള്ള വസിക്കുന്നത് തന്നെ വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ 33ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ സ്നേഹസ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.